കൊല്ലം കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസുകൾ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായി. ഒരു ദിവസം പോലും സർവീസ് നടത്താതെയാണ് ആംബുലൻസുകൾ തുരുമ്പെടുത്തത്. ആംബുലൻസുകൾ നാശത്തിന്റെ വക്കിലായതോടെ കോൺഗ്രസ് കൗൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 2017-18 കാലയളവിലാണ് കൊല്ലം കോർപ്പറേഷൻ 2 ആംബുലൻസുകൾ വാങ്ങുന്നത്. എന്നാൽ ഒരു ദിവസം പോലും സർവീസ് നടത്താതെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്ന ആംബുലൻസുകൾ തുരുമ്പെടുത്ത് നശിച്ചത്. കോർപ്പറേഷനിലെ CPM, CPI മേയർമാരുടെ ശീതസമരത്തിന്റെ ഭാഗമായാണ് ആംബുലൻസുകൾ നശിക്കുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ഈ പൈസ എന്ന് പറയുന്ന സാധാരണക്കാരനായ ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്നവരാണ്. അവരുടെ എല്ലാ വർഷവും എല്ലാ മാസവും പല തരത്തിൽ വെച്ച് പിഴിയുന്ന കാശാണ് ഇവരുടെ ഭരണ കെടുകാര്യസ്ഥരുടെ പേരിൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഉയർത്തുന്നു. രജിസ്റ്റർ പോലും ചെയ്യാതെ മാറ്റിയിട്ട ആംബുലൻസുകളിലെ സീറ്റുകളും ഗ്ലാസുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം നശിക്കുകയും മറ്റു ചിലത് മോഷണം പോവുകയും ചെയ്തു. കരാർ നൽകിയ സമയത്തെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ആംബുലൻസുകൾ നൽകിയതെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷൻ ആംബുലൻസുകൾ ഉപയോഗിക്കാതിരുന്നത്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, വാങ്ങിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ കുറച്ച് വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നും അങ്ങനെ അവർ തങ്ങളിലുള്ള ആ ഒരു ശീതസമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ കിടന്നുപോയി. വെയിലും മഴയുമേറ്റ് ചതുപ്പുതലത്തിൽ കിടന്ന ആംബുലൻസുകൾ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായതോടെ ഇവ ഇവിടെ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ കോർപ്പറേഷന് പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.